അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നും ഇങ്ങനെ പറയുന്നല്ല, എന്നുമല്ല, ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കാണുന്ന, എന്നെ അറിയുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ല എൻ്റെ വീഡിയോസ് കാണുന്നത്, വേറെ ആരോ ആണ്. അവരോട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നിന്ന് തുടങ്ങണം. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ഒന്നിന്ന് തുടങ്ങണം. ചിലപ്പോൾ എൻ്റെ വിധിയായിരിക്കും അത്. അപ്പോൾ അല്പം മുൻപ് വരെ ഞാൻ എൻ്റെ ഉമ്മാനോട് പറഞ്ഞിട്ടുള്ളൂ, 300-400 വ്യൂസൊക്കെയാണ് വീഡിയോ ഇട്ടാൽ എനിക്ക് കിട്ടൽ. ചിലപ്പോൾ 500-600, അല്ലെങ്കിൽ ചില റിയാക്ഷൻ വീഡിയോ പോലൊക്കെ ചെയ്യുമ്പോൾ, റിയാക്ഷൻ വീഡിയോ അല്ല, എന്താ പറയുക, ചില സമയത്ത് 11K വരെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലാന്ന്. അത് കിട്ടിയിട്ടും ഞാൻ പറയുന്നത് എന്താണ്, എനിക്ക് മാത്രം എന്താ വ്യൂസ് ഇല്ലാത്ത എന്നും പറഞ്ഞ് ഞാൻ പരാതി പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ കയ്യിലുണ്ടാവുമ്പോൾ നമ്മൾ ഒന്നിനും വില കൽപ്പിക്കില്ല. അതില്ലാതാവുമ്പോഴാണ് നമുക്കൊക്കെ അത് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. എല്ലാവർക്കും അറിയാൻ മതിയായിരിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ തസ്ലീം മീഡിയ എന്ന ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ച് കിട്ടണമെന്ന് തന്നെയാണ് ദുആ. അപ്പം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അതിലുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഈ തസ്ലീം മീഡിയ എന്ന ആളെന്നാണ്, ഞാൻ തെച്ചി എൻ്റർടൈൻമെൻറ്റ് എന്ന പേര് മാത്രമേ മാറിയിട്ടുള്ളൂ, ആളൊക്കെ അത് തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും ആ ഒരു ചാനൽ സബ്ബാക്കിയിട്ടുള്ളവർ കാണുകയാണെങ്കിൽ എന്താ പറയുക, സബ്ബാക്കുക, ഈ ചാനലൊന്ന് സബ്ബാക്കുക. അതേ സപ്പോർട്ട് എനിക്ക് തരാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരുപാട് വിഷമമുണ്ട്. പിന്നെ വിഷമമുണ്ടെന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ വീഡിയോൻ്റെ മുമ്പിൽ വന്നിട്ട് സിമ്പതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, തെറ്റെൻ്റെ ഭാഗത്തല്ല. അപ്പോൾ ഞാനത് അംഗീകരിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല മഴക്കാറ് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ പുറത്ത് പോയപ്പോഴും ഒരു ഇരുട് പോലെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഹോളിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ മറ്റേ ചാനലിലുള്ള ആദ്യത്തെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും എന്നെ സംബന്ധിച്ച് ഞാൻ പാടുന്ന ഒരു പാട്ട്, ഒരു ഡയറി പോലെ ആയിരുന്നു. ആര് കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് തന്നെ കാണാമായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. കഴിഞ്ഞത് പറയുന്നില്ല. അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നത്, ഇന്ന് ഞാൻ എന്താ പറയുക, ഒരു 4 വരി പാട്ട് പാടാമെന്ന് വിചാരിച്ച്. 4 വരിയല്ല, പാടുമ്പോൾ അങ്ങനെ പറഞ്ഞു പോണതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ആ പാട്ടൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പാടാം. ബാക്കി എനിക്ക് കിട്ടുന്നില്ല. എന്നിട്ട് വീണ്ടും പറയും, നിന്നെ കാണാൻ ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, നിന്നെ കിട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. അത് TV-യിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ പാട്ട്. അപ്പോൾ ഞാനത് എന്താ പറയുക, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കേൾക്കലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മ ഇപ്പോഴും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഞാനത് എന്താ പാടലുണ്ട്. അതിൻ്റെ കൂടെ പാടാൻ ശ്രമിക്കലുണ്ട്. ഞാൻ പാടിയാൽ എവിടെ എത്തില്ല എന്നൊക്കെ എനിക്കറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ ഇതിൽ പാടുന്നേ ഉള്ളൂ. അപ്പം ഞാൻ എന്താ പറയുക, അപ്പം ഞാൻ വീഡിയോ ഇടുന്നത് സത്യം പറയാൻ ഞാൻ വിദ്യാഭ്യാസം എങ്ങനെയെങ്കിലും ഒന്ന് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആരും പുതിയ ആൾക്കാരോട് പറയാണ്, ആരും എന്താ പറയുക, കാണാണ്ട് പോകരുത്, ജസ്റ്റ് ഒന്ന് കാണണം. മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ആക്കണം, എന്താ പറയുക, സപ്പോർട്ട് ചെയ്യണം. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.